അങ്ങനെ വീണ്ടും തിങ്കളാഴ്ചയായി ഓഫീസിൽ പോകണം. ശരിക്കും അന്നിപ്പോൾ ഓരോ പരിപാടിയല്ലേ, ഡെയിലി എണീറ്റ് ഓഫീസിൽ പോവുക, ഇങ്ങനെ 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഓഫീസിൽ പോവുക. എന്ത് സുഖമുള്ള പരിപാടിയല്ലേ, ഡെയിലി എണീക്കുക, ഓഫീസിൽ പോവുക, പണിയെടുക്കുക, തിരിച്ചു വരിക. ഇനി ശനിയാഴ്ച ആവാൻ വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ്, നീണ്ട കാത്തിരിപ്പ് 5 ദിവസത്തെ. ഞാനും എൻ്റെ കസിനും ഒരുമിച്ചാണ് ഓഫീസിലേക്കൊക്കെ പോണേ. അപ്പോൾ അവൾ ഇതുവരെ വന്നിട്ടില്ല, അവൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ ഒന്നെഴുന്നിട്ട് കാണാം. രാവിലെ ഇപ്പം എന്ത് വെയിലും ചൂടാലേ, ആകെ മാർച്ച് ആയിട്ടുള്ളൂ, ഇനി കിടക്കാണ് സമ്മറിന് ടൈം. എന്നിട്ട് ഇപ്പം എന്ത് ചൂടാണ്, നേരത്തെ വിളിച്ച് ഇപ്പോഴേ. രാവിലെ ഓഫീസിലേക്ക് പോണ വഴിക്കുള്ള ബ്ലോക്കാണ് ഈ കാണുന്നത്. ഇൻഫോ പാർക്കിലേക്ക് കയറുമ്പോണ്ടല്ലോ, എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വെയിലിൽ നിന്ന് തണുപ്പിക്കുള്ള ഒരു ട്രാൻസിഷൻ ഇല്ലേ, അത്. ഇന്ന് നമ്മുടെ ഓഫീസിലെ ഒരു ചേച്ചി പോവാണ്, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കേക്ക് മേടിക്കാൻ വേണ്ടി പോവാണ്. ഇനി നമുക്ക് പോണത് വഴിക്കുള്ളതൊക്കെ കാണാം. ചേച്ചിയുടെ വക സംഭവങ്ങളാണ്, നമുക്ക് ട്രീറ്റ് തന്നാണ്. ചിക്കൻ പോക്കറ്റ്, വടയുണ്ട്. എല്ലാവരും ചിക്കൻ പോക്കറ്റാണ് കഴിക്കുന്നത്. ഞാൻ നൊയമ്പായതുകൊണ്ട് വട കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആരും ചോദിച്ചില്ല, പക്ഷെ ഞാൻ പറയും. പക്ഷെ നല്ല ക്രിസ്പി വട. ഞങ്ങളിപ്പോൾ ഫോട്ടോ എടുക്കാൻ പോവാണ് എല്ലാവരുമായിട്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള പൊസിഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അവർക്കൊരു സ്ഥലം തീരുമാനമായിട്ടില്ല. ഇപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ചേച്ചി പോയി, വന്നവരൊക്കെ പോയി. നമ്മൾ കുറച്ച് പേര് മാത്രമേ ഇപ്പോൾ ഓഫീസിൽ വെറുതെ ഇരിക്കില്ല, പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ച് വന്നുള്ളൂ അല്ലേ. ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പോവാട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 2-3 ക്യാൻറ്റീൻ ഉണ്ട്. ടീ ബ്രേക്കിന് ഇറങ്ങിയേക്കാണ്. ഞങ്ങളുടെ ക്യാൻറ്റീൻ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. കണ്ടോ, ആ കാണുന്നത് ഏതോ ഒരു പ്രേതാലയമാണെന്ന് തോന്നുന്നു. കണ്ടോ, പൈനാപ്പിൾ ലൈമാണ് ഓർഡർ ചെയ്തത്. ഇതിന്റെ ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. പൈനാപ്പിളിന്റെ ടേസ്റ്റ് ഉണ്ട്, അറിയില്ല, പക്ഷെ നല്ല ചൂടുണ്ട്, നല്ല മഴക്കാരും ഉണ്ട് കേട്ടോ. കാണിച്ചു കൊടുക്കും. അങ്ങനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. നിങ്ങളുടെ അവിടെയൊക്കെ മഴക്കാരുണ്ടോ? മഴ പെയ്തോ? കാരണം നല്ല മഴക്കാരുള്ളതുകൊണ്ട് ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ അവിടെ മഴ പെയ്തോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യും. എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ മഴ പെയ്യാറയുന്നത്. മഴ പെയ്ത് ഇടി വെട്ടിയാണ് ഇവിടെ ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലത്തെ മഴ ഇവിടുത്തെ മഴയായിട്ട് എന്താ വ്യത്യാസം? ഉണ്ട്, പത്തനംതിട്ടയെന്നാണ് അവൻ വരുന്നത്. അവൻ പറഞ്ഞത് അവന്റെ അവിടെയൊക്കെ ഇടിവെട്ടി മഴ പെയ്ത് കഴിഞ്ഞാൽ വീടൊക്കെ വിറയ്ക്കുന്നതാണ്. ഇത് ശരിയാണോ ഗൈസ്? ഏതെങ്കിലും പത്തനംതിട്ടക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്തോളൂ. ജനാർദ്ദനല്ല, എന്തോ ഒക്കെ പെയ്ത് വലുത് അറിഞ്ഞാ. അങ്ങനെ തിരിച്ച് വീടെത്തി. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങും. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റും ചെയ്തേക്ക്. ബൈ.